നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പരുത്തിയും പുളിയരിയും ചോറും ഇത്രയൊക്കെ നമ്മൾ കൊടുക്കും. ചിലപ്പോൾ കഞ്ഞി വെച്ച് കൊടുക്കും. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നേരെ അവന്മാരെ അയക്കാൻ പോകണം. അങ്ങനെ അവന്മാരെ അയക്കാൻ പോവുകയാണ്. ഇവിടുന്ന് വയലിൽ കുറേ അവിടെയാണ് നമ്മൾ കെട്ടിയേക്കുന്നത്, ഒരു കുളത്തിൻ്റെ സൈഡിലായിട്ട്. ഇല്ല, ഇതിൻ്റെ അപ്പുറമുള്ള ഈ പോത്തിൻ്റെ അപ്പുറം ഒരു പോത്തില്ല, അതാണ് നമ്മുടെ പോത്ത്. നമ്മുടെ പോത്തിൻ്റെ പേര് വലിയൊരു പോത്തുണ്ട്, അതിൻ്റെ പേര് ബെല്ലാരി, ചെറുതിൻ്റെ പേര് രാജ. നമ്മൾ വലിയ പോത്തിനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവന്മാരെ ഞാൻ നല്ല കണക്കാണ് കിട്ടിയത്. എനിക്ക് പേടി ഇവന്മാർ അയച്ചു പോകുമെന്ന്, അതുകൊണ്ട് ഞാൻ നല്ല കണക്കാണ് കിട്ടിയിരിക്കുന്നത്. നല്ല പാടാണ് ശരിക്കും. അതായത് നമ്മൾ അയച്ച് കൊണ്ടുവരികയാണ്. അവന്മാർ ആദ്യത്തേനെ കൊണ്ടുവരുന്നു. ഇവൻ നല്ല കണക്ക് കാടി കുടിക്കും. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇവന്മാരെ രണ്ടിനെയും. ഇവന് കാടിന്ന് വെട്ടാലേ സന്തോഷമാണ്. അവൻ കൊണ്ടുവന്നപ്പം വെറും ചെറുതായിരുന്നു, ഇപ്പഴാ ഒന്ന് വലുതായത്. അങ്ങനെ നമ്മൾ കാടി പിടിക്കാൻ കൊണ്ടുപോയാണ്. അവൻ നല്ല കാടി കുടിക്കാൻ പോയി. അവൻ കാടി കുടിച്ച് പിന്നെ നമ്മൾ അടുത്തവനെ അയക്കാൻ പോവാണ്. ഇവൻ്റെ പേര് രാജ, മറ്റവൻ്റെ പേര് ബെല്ലാരി. ഇവൻ വെറും കൊച്ച പോത്താണ്. ഇവൻ ആന്ധ്രൻ പോത്താണ്, മറ്റവൻ മുറ പോത്താണ്. ഇങ്ങനെ നമ്മൾ ഇവനെയും കൊണ്ടുപോവാണ്. ഇവനെ പക്ഷേ അത്രയ്ക്കും കാടി കുടിക്കത്തില്ല, എന്നാലും കുടിക്കും. അങ്ങനെ അവനെ കൊണ്ടുപോവുകയാണ്. ഈ നമ്മുടെ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ മമ്മിയാണ്. മമ്മിക്ക് പേടിയാണ്. നമ്മളിപ്പം കാവന്മാർ രണ്ടും കാടി നല്ല കണക്ക് കുടിച്ചോണ്ടിരിക്കുക. ഇവന്മാർ നല്ല കണക്ക് കാടി കുടിക്കും. ഞാൻ പരുത്തിയൊക്കെ കൂടുതലാണ് ഇട്ട് കൊടുക്കുന്നത്. വലുതിന് 2 കിലോ, മറ്റേതിന് 1.5 കിലോ അങ്ങനെ വെച്ചാണ് കൊടുക്കുന്നത്. നമ്മൾ പിന്നെ നിറച്ചും പുളിയരി ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ കഞ്ഞി വെച്ച് കൊടുക്കും. ഇനി കാടി കുടിച്ച് കഴിഞ്ഞ് ഇവരെ രണ്ടിനെയും കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. ഇവൻ നല്ലതാണ് ആസ്വദിച്ച് കാടി കുടിക്കുക ഇവർ രണ്ടുപേരും. പക്ഷെ മറ്റവൻ കുറച്ച് കഴിഞ്ഞാൽ കുറേ ആയി കാടി കുടിക്കാൻ തുടങ്ങി. അപ്പം ആദ്യത്തവനെ നമ്മൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ പേര് രാജ. രാജയ്ക്ക് കുളിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. മറ്റവനും ഇഷ്ടമല്ല. അപ്പോൾ നല്ല ആസ്വദിച്ചാണ് കുളിക്കുന്നത്. നല്ല ഫോഴ്സിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. ഇവൻ്റെ കണ്ണിൽ നിന്ന് സ്ഥിരമായി പഴുപ്പ് വരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ്. ഇനി അടുത്തവനെ അയക്കാൻ പോണം.
അതുപോലെ ഒന്ന് ഏകദേശം കുളിച്ചിട്ടുണ്ട്. ഇനി ഇവന്മാരെ വേപ്പെണ്ണ തേക്കണം. നമ്മൾ അടുത്തവനെ അയക്കാൻ പോവാണ്. അങ്ങനെ അടുത്തവനെ അയച്ച്, ഇവൻ്റെ പേര് ബെല്ലാരി. ബെല്ലാരി അയച്ച് നമ്മളെ തെങ്ങി കെട്ടുകയാണ്. അപ്പം അവൻ വെള്ളം ഒന്ന് എൻ്റെ ദേഹം ഒന്ന് നനയ്ക്കുമ്പോൾ അവൻ ഓടും. അത് നിങ്ങൾ കണ്ടോളൂ. ഇനി നമ്മൾ വേപ്പെണ്ണ വയ്ക്കുകയാണ്. നമ്മൾ ദേഹം എല്ലാം തേക്കുന്നുണ്ട്. എൻ്റെ തലയൊക്കെ മെയിനായിട്ട് തേക്കണം. പിന്നെ വാലിലാണ് മെയിനായിട്ട് തേക്കേണ്ടത്. ഈ വാലടിക്കുമ്പം ദേഹത്തടിക്കുമ്പോൾ ഈച്ചകളെല്ലാം പോവും. എൻ്റെ വാട കാരണം. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ പരിപാടി തീർന്നു. ഇനി മറ്റവനെ കൂടി വേപ്പെണ്ണ വെച്ചെടുക്കണം. ഇവൻ നിന്ന് തരും. പക്ഷെ ഇവനെ തടയി കൊടുക്കുമ്പോൾ അറ്റവന് നിന്ന് തരും. ഇവന്മാർ നല്ല കണക്ക് എൻ്റെ കരുത്തേലെല്ലാം നല്ല കണക്ക് വേപ്പെണ്ണ വെച്ച് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെ എല്ലാം ഈച്ച വരും. ഇവൻ നമ്മൾ രാവിലെ കെട്ടുമ്പം കുളത്തിൽ ഇറങ്ങി കിടക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇനി ഇവൻ്റെ വാലി മെയിനായിട്ട് തേച്ച് കൊടുക്കുക. എനിക്കിതിങ്ങനെ ചെയ്യുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇത് നമ്മുടെ രണ്ടാമത്തവനാണ്. അല്ല സോറി, ഇത് ഒന്നാമത്തവനാണ് ബെല്ലാരി. നമ്മൾ മറ്റവനെ കേൾക്കാൻ പോവാണ്. അവൻ ഭയങ്കരമായിട്ട് പോച്ചരിപ്പാ. താങ്ക് യു ഗൈസ്. ഞാൻ അവൻ്റെ പുറത്തൊക്കെ കയറിയിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടോ?